കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം പ്രചരണത്തിന് വേണ്ടി നിലമ്പൂരിലേക്കുണ്ട്. UDF-ന്റെ മുതിർന്ന നേതാക്കളും LDF മന്ത്രിമാരും ഒക്കെ മണ്ഡലത്തിലെത്തും. രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. സ്വരാജിനായി 10 മന്ത്രിമാരാണ് മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുക. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നിലമ്പൂരിൽ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനാണ് NDA സ്ഥാനാർത്ഥിയുടെ നീക്കം. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണത്തിനായി യൂസഫ് പത്താൻ MP എത്തുമെന്നും അറിയുന്നു. നമുക്ക് നേരെ നിലമ്പൂരിലേക്ക് പോകാം. എന്താണ് നിലമ്പൂരിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇന്ന് നടക്കാനുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് തീരുമാനം തുടങ്ങിയ വിശദമായ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ബിനിൽ ലീല സാബുവും ബെൻസൻ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം ബിനിലിലേക്ക് പോവുകയാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഇന്നലെ നിലമ്പൂരിൽ നിന്നും വലിയ ചർച്ചയായ ഒരു വിഷയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആര്യാടന് ഗുണകരമാകുമോ എന്നുള്ളതാണ് ചോദ്യം. UDF ക്യാമ്പിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വാക്കുകളൊക്കെ അനുസരിച്ച് ആര് പിന്തുണ നൽകിയാലും വോട്ടെടുപ്പ് കാലത്ത്, തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളത് സ്വീകരിക്കും എന്നുള്ളതാണ്. നേരത്തെ റസാഖ് പാലേരി എന്തൊക്കെയോ ഉപാധികളൊക്കെ UDF-ന് മുന്നിൽ വച്ചിരുന്നു എന്ന വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. എന്താണ് ഇതിലെ സത്യം? എന്താണ് UDF ക്യാമ്പിൽ നടക്കുന്നത്? ഒപ്പം ഇന്നത്തെ UDF-ന്റെ പ്രചരണം ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ നേതാക്കൾ അവിടെയുണ്ട്? വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ബിനിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടി. നമുക്കറിയാം അവരുടെ പിന്തുണ പരസ്യമായി തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. UDF-ലെ എല്ലാവരും അത് പല നേതാക്കളും പറയുന്നത് അങ്ങനെ പരസ്യമായി അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന നിലപാടാണ്, അതാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് UDF സ്വീകരിക്കുക. ആര് വോട്ട് ചെയ്താലും അത് വേണ്ട എന്ന് തങ്ങൾ പറയില്ല. മാത്രമല്ല വെൽഫെയർ പാർട്ടിയുമായി അത്തരത്തിൽ ഒരു അസോസിയേറ്റ് അംഗത്വമാകാൻ മുന്നണിയിലേക്ക് എടുക്കാനുള്ള ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നാണ് കോൺഗ്രസോടും അതോടൊപ്പം തന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ വെൽഫെയർ പാർട്ടി നേതാക്കളും ഇന്നലെ പറഞ്ഞത്. റസാഖ് അടക്കം ഇന്നലെ പറഞ്ഞത് അത്തരം ചർച്ച ഉണ്ടായിട്ടില്ല, ചർച്ച മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നാണ് പരസ്യമായി അവർ പറഞ്ഞത്. പക്ഷേ അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ധാരണ നേരത്തെ പാലക്കാടും ചിലക്കര അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് UDF-ന് തന്നെയായിരുന്നു. 2019 മുതൽ UDF-നെ പിന്തുണയ്ക്കുന്നതെന്നാണ് റസാഖ് പാലേരി നേരത്തെ മുതൽ തന്നെ പറയുന്നത്. എന്തായാലും ഈ മണ്ഡലത്തിൽ നിലമ്പൂരിൽ അവരുടെ പിന്തുണ വോട്ടുകൾ നോക്കുമ്പോൾ അത് UDF-ന് ഗുണകരമാണ്. അവർക്ക് സാമാന്യം വേണ്ടപ്പെട്ട രീതിയിൽ വോട്ടുണ്ട്. ആ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ അത് ആര്യ ഷൗക്കത്തിന് ഗുണകരമാകും. പക്ഷേ പരസ്യമായി ഇത്തരത്തിൽ ഒരു അസോസിയേറ്റ് അംഗത്തിലേക്ക് മുന്നിലേക്ക് എടുക്കുന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ ചർച്ച പോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്നൊരു നിലപാട് തന്നെയാണ് UDF നേതാക്കൾക്കുള്ളത്. പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കെല്ലാം തന്നെയുള്ളത്, പ്രത്യേകിച്ച് ലീഗിനടക്കമുള്ള ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്, നേതാക്കൾ പറയുന്നത് അങ്ങനെയാണ്. നിലവിൽ ഒരു അസോസിയേറ്റ് അംഗത്വമോ ഈ വഴിയിലേക്ക് വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഘടകകക്ഷിയാക്കുന്നു, അസോസിയേറ്റ് അംഗത്വമാക്കുന്നു, ഈ രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ രീതിയിലുള്ള ചർച്ചകൾ മതി എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ അടക്കം നിലപാട്. അത് കൃത്യമായി തന്നെ UDF നേതാക്കളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനടക്കം അത് അറിയിച്ചു. KPCC പ്രസിഡന്റുമായി സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ആര്യ ഷൗക്കത്തിന് ആ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് ഗുണകരമാണ്. എല്ലാ വോട്ടും സ്വീകരിക്കുമെന്നാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ആര്യ ഷൗക്കത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. രാവിലെ പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പിന്തുണ ആര്യ ഷൗക്കത്തിന് ഗുണകരമാകും എന്നാണ് ഒരു പൊതു വിലയിരുത്തൽ UDF നേതാക്കൾക്കുള്ളത്. ശരി ബിനിൽ, ഇനി നേരെ ബെൻസനിലേക്ക് കൂടി പോവുകയാണ്. ബെൻസൻ, ഗുഡ് മോർണിംഗ്. LDF ക്യാമ്പിനെ സംബന്ധിച്ച് ഇന്ന് മന്ത്രിപ്പട തന്നെ എത്തുന്ന ഒരു ദിവസമാണ്. എത്രത്തോളമാണ് LDF ക്യാമ്പിലെ ഒരു പ്രചരണ പോരാട്ടം, വീര്യം എത്രത്തോളമാണ്? ഒപ്പം ഈ M സ്വരാജിനെ സംബന്ധിച്ച് ചെല്ലുന്നിടത്തെല്ലാം വലിയ സ്വീകാര്യതയും കാര്യങ്ങളും ഒക്കെയാണ്. എങ്ങനെയാണ് ഇന്നത്തെ നിലമ്പൂരിലെ ഇടതു ക്യാമ്പിലെ നീക്കങ്ങളൊക്കെ? മാത്രമല്ല സെക്രട്ടേറിയറ്റും ഉണ്ടല്ലേ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന ദിനമാണ് ഇന്ന് ചുങ്കത്തറയിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഉള്ളത്. ഇതിനുശേഷം മറ്റ് തലങ്ങളിലേക്കുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കും. ഇപ്പോൾ 6 പഞ്ചായത്തുകൾ പൂർത്തിയാക്കി, മുനിസിപ്പാലിറ്റി പൂർത്തിയാക്കി, ഇന്ന് അവസാന പഞ്ചായത്തായ ചുങ്കത്തറ കൂടി പൂർത്തിയാക്കുന്നതോടുകൂടി പഞ്ചായത്ത് തലത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് ഇന്ന് അവസാനം കുറിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 10 മന്ത്രിമാരാണ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് മണ്ഡലത്തിലുള്ളത്. മന്ത്രി R ബിന്ദു, KB ഗണേഷ് കുമാർ, അങ്ങനെ 10 മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിലുണ്ട്. അവർ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കും. പൊതുയോഗമുണ്ട്, വയോജന സംഗമമുണ്ട്, അതോടൊപ്പം തന്നെ P രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന വക്കീൽമാരുടെ അല്ലെങ്കിൽ അഭിഭാഷകരുടെ ഒരു യോഗമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണ പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് മലപ്പുറത്ത് വെച്ച് ചേരുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും. ഇപ്പോൾ ഈ ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ അവസാനിച്ചതോടുകൂടി ഇനിയുള്ള മുൻപോട്ടുള്ള പ്രചാരണ പരിപാടികൾ ഏതു തരത്തിലാവണം എന്ന് തീരുമാനിക്കാനും അതോടൊപ്പം തന്നെ ഇത്രയും ദിവസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും കൂടി
കൂടിയായിട്ടാണ് ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന അടുത്ത ദിവസങ്ങളിൽ 13-ാം തീയതി മുതൽ 3 ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട്. മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കും. പഞ്ചായത്ത് തലത്തിലുള്ള പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എം സ്വരാജ് എത്തിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യത, ജനകീയ സ്വീകാര്യത എല്ലാ മേഖലയിൽ നിന്നും ലഭിക്കുന്നു. വലിയ ആൾക്കൂട്ടം എല്ലായിടങ്ങളിലും ഉണ്ട്. വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിലെല്ലാം തന്നെ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിലെല്ലാം തന്നെ അദ്ദേഹം എടുക്കുന്ന നിലപാട്, അതിലെ പ്രതികരണം എല്ലാം തന്നെ വലിയ സ്വീകാര്യതയ്ക്ക് കാര്യം വരുന്നത്. പ്രത്യേകമായും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ആദ്യഘട്ടത്തിലെടുത്ത നിലപാടെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രശംസയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇന്ന് അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരുന്നത് വിമർശിക്കാൻ അല്ലെങ്കിൽ ഈ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആ പ്രതിഷേധം അന്ന് രാത്രി പ്രതിഷേധം നടത്തിയപ്പോൾ അവിടെ ആശുപത്രി വഴി അടച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധം, അതിനെയാണ് വിമർശിച്ചത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ മുൻപോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ, വ്യക്തമായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് മുൻപോട്ട് പോകുന്നത്. ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മന്ത്രിമാർ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള പല രൂപത്തിലുള്ള പ്രചാരണ പരിപാടികൾ ഇടങ്ങളിൽ വോട്ടിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ എത്താൻ ദിവസങ്ങൾ എണ്ണിയുള്ള ഒരു കാത്തിരിപ്പാണ്. അങ്ങനെ പ്രചരണവും വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. ശരി ബെൻസൺ.